ഇന്ന് നമുക്ക് 5 തരം നെക്ക് ഡിസൈൻ ഈ ഫ്രഞ്ച് കർവ് വെച്ചുകൊണ്ട് 5 തരം നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ്. അപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ആദ്യം നമുക്ക് നെക്ക് ഡിസൈൻ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ കൈക്ക് വിറയും വരക്ക് ഷേപ്പ് വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് 5 തരം നെക്ക് ഡിസൈൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഇത് ക്യാൻവാസാണ് വിചാരിക്കുക. അപ്പോൾ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പേപ്പറിൽ വരച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതേപോലെ പേപ്പറൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ വീതി അതേപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 3 ഇഞ്ച് നെക്കിൻ്റെ വീതി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ 5.5 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട്. 5 ഇഞ്ച് മതി കേട്ടോ, 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നേരെ വരച്ച് കൊടുക്കാം. ഇതേപോലെ ഇങ്ങോട്ടും വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ബോക്സ് ഒന്നൊരു കളറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തുടക്കക്കാർക്കൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നെക്കാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്ക് പുതിയ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് നെക്ക് വരച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അവർക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ 1.5 ഇഞ്ചിൽ നിന്നും ഈ മൂലയിലേക്ക് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്കെയിൽ വെച്ച് ചെയ്യണം കേട്ടോ, കൈ വെച്ച് വരയ്ക്കരുത്. കൈ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ നമുക്ക് വ്യത്യാസം എന്തായാലും വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ചെരിവ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഡിസൈനാണ് കേട്ടോ. ഇനി അതൊന്ന് വെട്ടി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിസൈൻ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആദ്യത്തിലൊക്കെ നമുക്ക് പേപ്പറിൽ വെട്ടിപ്പടിക്കുക, എന്നതിന് ശേഷം ക്യാൻവാസിലൊക്കെ വെട്ടിയാൽ മതി കേട്ടോ തുടക്കക്കാരൊക്കെ. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഒരു നെക്ക് ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു നെക്കാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. ഇനി അടുത്തത് കാണിക്കാം കേട്ടോ. ഇനി അടുത്ത നെക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെയാണ് വീണ്ടും വരക്കേണ്ടത്. 1.5 ഇഞ്ച് ഇങ്ങോട്ട് വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങോട്ട് ചെരിച്ച് വരച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതേപോലെ നേരത്തെ വരച്ച പോലെ തന്നെ ഇങ്ങോട്ട് ചെരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രഞ്ച് കർവാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെച്ചത് ശ്രദ്ധിക്കുക, ഈ വളവ് ഭാഗം താഴത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗവും മുട്ടുന്ന രീതിയിൽ നമ്മുടെ ഈ ഫ്രഞ്ച് കർവിൻ്റെ ഈ ഭാഗം ചേർച്ച് വെച്ച് കൊടുക്കുക. മനസ്സിലായോ? ഇതേപോലെ കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ഇത് വരച്ചു കൊടുക്കാം ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഈ ഒരു അറ്റം മുട്ടണം, ഈ ഒരു അറ്റവും മുട്ടണം കേട്ടോ. അങ്ങനെ വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഈ വരച്ച ഈ മാർക്ക് ചെയ്തിട്ടുള്ള വരയിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം കട്ട് ചെയ്ത് കാണിക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെക്ക് ഡിസൈൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ, കണ്ടില്ലേ? ഇതേപോലെ ഇപ്പോൾ നമ്മൾ 2 ഡിസൈന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഡിസൈന് കാണിക്കാം. ഇതേപോലെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്നിട്ട് 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെരിച്ച് വരച്ച് കൊടുക്കാം. ഇതുപോലെ ചെരിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കെയിൽ വെച്ച് ഈ ഫ്രഞ്ച് കർവ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം.
ഇതുപോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 1.5 ഇഞ്ചിൽ നിന്നും ഈ മൂലയ്ക്ക് ഇതേപോലെ ഷേപ്പ് വരച്ചെടുത്ത് ഇനി ഇതേപോലെ ഈ ഭാഗം നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് വരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതിനോട് മുട്ടണം കേട്ടോ. എന്നിട്ട് ഈ അറ്റത്തും നമ്മുടെ സ്കെയിൽ മുട്ടണം. ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ഡിസൈനിൽ കൂടെ തന്നെ ഇങ്ങനെ വരച്ച് വെട്ടിക്കൊടുക്കും. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത ആ ഷേപ്പിലൂടെ തന്നെ വെട്ടിക്കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് നിവർത്തി കാണിക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത ഡിസൈനാണ്, കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് തുടക്കക്കാർക്ക്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കുക, അതിനുശേഷം നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ 3 നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇതേപോലെ അതിനൊരു ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയും 5 ഇഞ്ച് ഇറക്കമാണ്. ഇനി നമ്മൾ ഇതേപോലെ ഫ്രഞ്ച് കർവ് എടുക്കുക. എന്നതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു ഡിസൈൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മളുടെ ഐഡിയയിൽ തന്നെ ഇതുപോലെ വരച്ച് ഓരോ ഡിസൈനും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി തന്നെ ഇങ്ങനത്തെ സാധനങ്ങളില്ല. അന്നൊക്കെ നമ്മൾ കൈ വെച്ചുകൊണ്ട് തന്നെ ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഇത് നമുക്കൊരു നല്ല കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 4 ഡിസൈൻ കഴിഞ്ഞു. ഈ 5ാമത്തെ ഡിസൈൻ നമുക്കൊരു വീനെക്ക് ആവാം. അപ്പോൾ ഞാൻ വീനെക്കാണ് കട്ട് ചെയ്യുന്നത്. വീനെക്ക് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധാ നോർമലി നമ്മൾ 3 ഇഞ്ച് നെക്കാണ് വീതി എടുക്കാറ്. വീനെക്കിനാകുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂടി കൂട്ടി നമുക്ക് അകലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു 3 ഇഞ്ചിൽ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ കാണിക്കുകയാണ്. തടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് വീനെക്കിന് ഇങ്ങോട്ട് ഷോൾഡറിൻ്റെ അടുക്ക് നമുക്ക് വീതി വേണം, താഴത്തേക്ക് വീതി കുറയുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ 3 ഇഞ്ച് ചെറിയ ആളുകൾക്കുള്ള ഒരു അളവിലാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറക്കത്തിലും നമുക്ക് 1 ഇഞ്ച് കൂട്ടി കൊടുക്കണം. കാരണം താഴത്തേക്ക് നമുക്ക് വീതി കുറഞ്ഞ് വരുമ്പോൾ കഴുത്ത് നല്ല കുടിസായിട്ട് പോകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വീതിയിൽ 1 ഇഞ്ച് ഇറക്കത്തിലും 1 ഇഞ്ച് കൂട്ടി കൊടുക്കുക നമ്മൾ വീനെക്ക് കട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്, അതിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീതി ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ട് നമുക്ക് ഈ താഴത്തേക്ക് ഇറക്കത്തിലേക്ക് ഇതേപോലെ ചെരിച്ച് വെച്ച് കൊടുക്കുക. മനസ്സിലായോ? ഇതേപോലെ. അപ്പോൾ അത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടേക്ക് നമ്മൾ വീതി കൂട്ടണം, ഇവിടേക്കും നമുക്ക് ഇറക്കം കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീനെക്ക് നന്നായിട്ട് കുടിസായിട്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്കിൻ്റെ അളവിനനുസരിച്ച് ഓരോ ഇഞ്ച് ഇറക്കും 1 ഇഞ്ച് വീതിയും കൂട്ടി കൊടുത്തിട്ടാണ് ഞാൻ വീനെക്ക് കട്ട് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വീനെക്ക് ഒന്ന് ഷേപ്പിൽ ഭംഗിയിൽ കാണാനായിട്ട് ഞാൻ ഈ പുറത്തേക്കും കൂടി ഒന്ന് കുറച്ച് കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീനെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ വീനെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 തരം നെക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കാണാം. ഇതൊരു നെക്ക്, ഇതൊരു നെക്ക്, ഇതൊരു നെക്ക്, ഇതൊരു നെക്ക്, ഇതൊരു നെക്ക്. അങ്ങനെ 5 തരം നെക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്തണം, ഇന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അതുപോലെ 1-2 കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് നെക്ക് തയ്ക്കുന്ന വീഡിയോ കാണിക്കാൻ, അതുപോലെ ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം.